നിങ്ങളെടുത്ത ഒരു ഫോട്ടോ എങ്ങനെയാണ് പ്ലേ ബാക്ക് ചെയ്ത് കാണുക എന്ന് നോക്കാം. നിങ്ങളുടെ ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങളുടെ സ്ക്രീനിൻ്റെ അടുത്തായിട്ടുള്ള പ്ലേ ബാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. സ്ക്രീനിൽ അവസാനം എടുത്ത ഒരു ചിത്രം തെളിഞ്ഞു വരും. ഇനി ഇതിന് മുൻപ് എടുത്ത ചിത്രങ്ങളാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ആരോ കീ ഉപയോഗിച്ചിട്ട് ഇടത്തോട്ടുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്തിട്ട് ഇടത്തോട്ട് നീങ്ങി പോകാവുന്നതാണ്. അതുപോലെ വലത്തോട്ടാണ് അതായത് നിങ്ങളിപ്പോൾ ആദ്യം എടുത്ത ഒരു ചിത്രത്തിലേക്ക് എത്തി എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അവസാനത്തെ ഒരു ചിത്രത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലത്തോട്ടുള്ള കീ ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ സമയത്ത് നിങ്ങളുടെ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മെയിൻ ഡയൽ നിങ്ങൾ തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഫോട്ടോയിൽ നിന്നും അടുത്ത 10 ഫോട്ടോയിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. അതായത് നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഒരു വെഡ്ഡിങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ വളരെ ഫാസ്റ്റായിട്ടൊന്ന് ഓടിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡയലായിരിക്കും ഏറ്റവും ഉപകാരപ്പെടുക. കാരണം ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ 10 ഫോട്ടോ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ആയിരിക്കും നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരിക. അതുപോലെ നിങ്ങൾക്ക് അപ്പർച്ചർ ഡയലുള്ള ക്യാമറയാണെങ്കിൽ, ബാക്കിൽ ഡയലുള്ള ക്യാമറയാണെങ്കിൽ അപ്പർച്ചർ ഡയൽ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഫോട്ടോ വെച്ചിട്ടാണ് മാറി മാറി പോവുക. വലത്തോട്ട് തിരിക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പടം വരും, അത് കഴിഞ്ഞിട്ട് അടുത്തത് വരും തിരിക്കുന്നതിനനുസരിച്ചിട്ട്. അതേസമയത്ത് നിങ്ങൾ ഷട്ടർ സ്പീഡിൻ്റെ ഡയലാണ് തിരിക്കുന്നതെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് 10ാമത്തെ ഫോട്ടോ വരും, അത് കഴിഞ്ഞിട്ട് 20ാമത്തെ ഫോട്ടോ വരും, അത് കഴിഞ്ഞിട്ട് 30 വരും. അങ്ങനെ 10 എണ്ണത്തിൻ്റെ ഒരു ജമ്പാണ് നിങ്ങൾക്ക് കിട്ടുക. ടച്ച് സ്ക്രീനുള്ള ആൾക്കാർക്കാണെങ്കിൽ പ്ലേ ബാക്ക് ബട്ടൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൈകൊണ്ട് സ്വൈപ്പ് ചെയ്തിട്ട് ഓരോ ചിത്രങ്ങളും ലെഫ്റ്റ് റൈറ്റ് നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ടാവും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊരു റീകൺഫർമേഷൻ ചോദിക്കും. അപ്പോൾ ഓക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ ഡിലീറ്റ് ആവും. നിങ്ങൾ എടുത്ത ഫോട്ടോന് നിങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗ് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ, ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർ റേറ്റിങ്ങിന് നിങ്ങളുടെ ക്യാമറയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ സോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് സ്റ്റാർ റേറ്റിംഗ്. ഇത് അധികം ആൾക്കാർ ഉപയോഗിക്കാത്ത ഒരു ഫംഗ്ഷനാണെങ്കിലും നമ്മുടെ ക്യാമറയിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഇത് നിങ്ങളുടെ സ്ക്രീനിൻ്റെ അടുത്തായിട്ട് സ്റ്റാർ റേറ്റിങ്ങിനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് ആദ്യം പ്രസ് ചെയ്യുക. നോർമലി ഏതൊരു ചിത്രം പ്ലേ ബാക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് ഓഫായിട്ടായിരിക്കും കിട്ടുക. പിന്നെ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് 1 സ്റ്റാറായിട്ട് റേറ്റ് ചെയ്തിടും. ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് 2 സ്റ്റാറായി മാർക്ക് ചെയ്തിടും. മൂന്നാമത് ചെയ്യുമ്പോൾ 3 സ്റ്റാർ ഇടും. അങ്ങനെ അതിനകത്ത് ഇൻറ്റേർണലി ആ ചിത്രങ്ങളിൽ ഒരു സ്റ്റാർ റേറ്റിംഗ് അതിനിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ വെഡ്ഡിങ് ഫോട്ടോസൊക്കെ എടുക്കുന്ന ആളാണെങ്കിൽ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതേപോലെ ചിത്രങ്ങൾ പ്ലേ ബാക്ക് ചെയ്ത് നോക്കിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഷോട്ടുകൾക്ക് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ എത്തിയിട്ട് ഫോട്ടോ സോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഡിറ്റിങ്ങിന് കൊടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ വേണ്ട ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റാർ റേറ്റിംഗ് പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക.